ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഇതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല എല്ലാം തന്നെ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 തന്നെയാണ്. ഇവിടെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എടുക്കുകയാണെങ്കിലും ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എടുത്താലും ദാറ്റ് ഇസ് Q3 മൈനസ് Q1 ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് QD അല്ലേ, ദാറ്റ് ഇസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഫോർമുല എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഡിഫറൻസ് വരുന്നത് Q1ഉം Q3യും കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ ഫ്രീക്വൻസികൾ കൂടി വരും അല്ലേ. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ എക്സ് വാല്യൂസും ഉണ്ടോ, അവരുടെ ഫ്രീക്വൻസി കൂടി വരും. അപ്പോൾ Q1 ഇസ് സൈസ് ഓഫ് ക്യാപിറ്റൽ N പ്ലസ് 1/4 ഒബ്സർവേഷൻ. മീഡിയൻ കാണുമ്പോൾ ഉപയോഗിച്ച അതേ ടൈപ്പ് ഫോർമുല തന്നെയാണ്. അവിടെ ക്യാപിറ്റൽ N പ്ലസ് 1/2 ഒബ്സർവേഷൻ ആയിരുന്നു മീഡിയൻ. ആൻഡ് Q3 ഇസ് ഈക്വൽ ടു size of 3 into capital N plus 1/4 ഒബ്സർവേഷൻ. ഇതാണ് Q1ഉം Q3യും. അപ്പം മീഡിയനിൽ ചെയ്ത പോലെ തന്നെ ഇത്രാമത്തെ ഒബ്സർവേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീക്വൻസി ഉള്ള കേസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഓരോ ഒബ്സർവേഷനും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the quartile deviation, interquartile range and coefficient of quartile deviation. ഇവിടെ ഒബ്സർവേഷൻ എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്, അവരുടെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് 40, 45, 50, 52, 58 ആൻഡ് 60, ഫ്രീക്വൻസി 3, 12, 20, 17, 10 ആൻഡ് 9. അപ്പം നമുക്കറിയാം, ഫോർമുല അറിയാം. Q1 ഇസ് ക്യാപിറ്റൽ N പ്ലസ് 1/4 ഒബ്സർവേഷൻ ആണ്. ആൻഡ് Q3 is 3 into capital N plus 1/4 ഒബ്സർവേഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ എന്താ വരുന്നത്? 3 വരുന്നു. ഇവിടെ 3 + 12 15, 15 + 20 35 വരുന്നു. 35 + 17 52, 52 + 10 62, 62 + 9 is 71. അതായത് ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N നമുക്കിവിടെ 71 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ therefore Q1 is capital N plus 1/4 observation, that is 71 plus 1/4 observation, that is 4th observation ആണ്, which is equal to 71 plus 1 എന്ന് പറഞ്ഞാൽ 72. 72/4 ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 18th ഒബ്സർവേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 18th ഒബ്സർവേഷൻ ഏതാ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നമ്മൾ 18ഓ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടോ നോക്കി. അപ്പോൾ എത്രയാണ് വരുന്നത്? 35 ആണ് വരുന്നത്. 18ൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഏതാണോ ദാറ്റ് ഈസ് Q1. അപ്പോൾ അതെന്താ വന്നിരിക്കുന്നത്? 50. അപ്പോൾ Q1 ഇസ് ഈക്വൽ ടു 50 ആണ് വന്നിരിക്കുന്നത്. അടുത്തത് Q3 ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് 3 into ക്യാപിറ്റൽ N plus 1/2 ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 3 into 71 plus 1/4 ഒബ്സർവേഷൻ ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 54th ഒബ്സർവേഷൻ വരും. അപ്പോൾ 54th ഒബ്സർവേഷൻ കാണാൻ വേണ്ടിയിട്ടും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 54ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി. അപ്പോൾ നമുക്ക് 62 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ദാറ്റ് ഈസ് അവർ Q3, വിച്ച് ഈസ് ഈക്വൽ ടു 58 വന്നിട്ടുണ്ട്. അപ്പോൾ Q1ഉം Q3യും കിട്ടിയിരിക്കുന്നു. Q1 ഇസ് ഈക്വൽ ടു 50 എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് Q3 ഇസ് ഈക്വൽ ടു 58 എന്ന് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എല്ലാം കാണാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2, which is 58 minus 50 divided by 2, which is equal to 4. അതുമാതിരി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ് നോക്കുന്നത്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1, which is equal to 58 minus 58. And coefficient of quartile deviation is Q3 minus Q1 divided by Q3 plus Q1, which is equal to 58 minus 50 divided by 58 plus 50, which is 8 divided by 108 എന്ന് വരും. ചെയ്യുമ്പോൾ 0.074 എന്നുള്ള ആൻസറാണ് കിട്ടാൻ പോകുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. എക്സ് വാല്യൂസും ഉണ്ട്, അവരുടെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് 57, 59, 60, 61, 62, 63, 64, 66 and 68. ഫ്രീക്വൻസീസ് 15, 20, 32, 35, 33, 22, 20, 10 and 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തൊക്കെയാണ് വരുന്നത്? 15, 15 plus 20, 35, 35 plus 32 വന്നിട്ടുണ്ട്, 67 വന്നിരിക്കുന്നു. 67 plus 35 വന്നത് 102 ആണ്. അടുത്തത് 102 plus 33 is 135. 135 plus 22 is 157. 157 plus 20, 177 plus 10, 187 plus 8 is 195. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എൻ വരുന്നതും 195 അല്ലേ? ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു 195. അപ്പോൾ നമുക്ക് Q1 കാണാം. Q1 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ പ്ലസ് 1/4 ഒബ്സർവേഷൻ ആണ് വരുന്നത്, വിച്ച് ഇസ് 95 പ്ലസ് 1/4 ഒബ്സർവേഷൻ. 195 പ്ലസ് 1/4 ഒബ്സർവേഷൻ വന്നിരിക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 60. 49th ഒബ്സർവേഷൻ ആണ് വന്നിരിക്കുന്നത്. 49th ഒബ്സർവേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ 49th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കുന്നത്? ഈ കൂട്ടത്തിൽ 49ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ഒബ്സർവേഷനോ ഉണ്ടോ നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്? 67 ആണ്. അതിന് കറസ്പോണ്ടിങ് വന്ന ആളാണ് 60. അപ്പോൾ Q1 is 60. സിമിലർലി Q3 നോക്കുന്നു. Q3 is 3 into capital N plus 1/4 observation ആണ്, which is equal to 3 into 195 plus 1/4 observation എന്ന് വന്നിരിക്കുന്നു, which is equal to 147th observation. 147th observation ആണ് Q3. അപ്പോൾ 147th observation വേണമെങ്കിൽ 147 അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് 63 ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 63. ഇപ്പോൾ Q1ഉം Q3യും റെഡിയാണ്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 minus Q1 divided by 2, which is equal to 63 minus 60 by 2, which is 1.5 എന്ന് വരുന്നുണ്ട്. അപ്പോൾ this is our quartile deviation. Find the quartile deviation. ഇവിടെ എക്സ് വാല്യൂസും ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് 10, 12, 15, 18, 20, 25 and 30. Frequencies 3, 5, 8, 12, 13, 10 and 7. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3, 3 plus 5, 8, 8 plus 8, 16, 16 plus 12, 28 വരുന്നുണ്ട്. 28 plus 13, 41, 41 plus 10 is 51, 51 plus 7 is 58. അപ്പോൾ ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു 58 എന്നാണ് ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് Q1 ഇസ് ക്യാപിറ്റൽ എൻ പ്ലസ് 1/4 ഒബ്സർവേഷൻ ആണ്. ദാറ്റ് ഈസ് 58 പ്ലസ് 1/4 ഒബ്സർവേഷൻ വരുന്നു. ദാറ്റ് ഈസ് 59/4 ഒബ്സർവേഷൻ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് 14.75 ഒബ്സർവേഷൻ. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? Q1 വരുന്നത്. അപ്പോൾ 14.75 വന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു? 14th ഒബ്സർവേഷൻ അല്ലേ പ്ലസ് അതിൻ്റെ ഡെസിമൽ പാർട്ട് 0.75 ഇൻറ്റു 14.75 എന്ന് പറഞ്ഞാൽ 14ൻ്റെയും 15ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ 15th ഒബ്സർവേഷൻ മൈനസ് 14th ഒബ്സർവേഷൻ, അതായത് റോ ഡാറ്റയിൽ ഉപയോഗിച്ച് അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 14th 15th ഒക്കെ ഒബ്സർവേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 14th ഒബ്സർവേഷൻ കാണണമെങ്കിൽ 14ഓ അതിൻ്റെ തൊട്ടു മുകളിലോ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി. അപ്പോൾ 16 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള എക്സ് വാല്യൂ ഏതാണ്? 15. അപ്പോൾ 14th ഒബ്സർവേഷൻ ഇസ് 15 പ്ലസ് 0.75 ഇൻറ്റു 15th ഒബ്സർവേഷൻ കാണണമെങ്കിലും 15ൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കണം. ഈ കേസിൽ അത് ഏതാ വരുന്നത്? ഇവിടെ തന്നെയാണ് 16 തന്നെ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഇസ് 15 മൈനസ് 14th ഒബ്സർവേഷൻ നമുക്ക് ഓൾറെഡി 15 എന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ ബ്രാക്കറ്റാണ് ചെയ്യുന്നത്. 15 - 15 0 അല്ലേ. അപ്പോൾ 15 + 0.75 × 0. അപ്പോൾ ബ്രാക്കറ്റ് ചെയ്തു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അപ്പോൾ ഇവിടെ 0 കിട്ടി. ആൻഡ് ദ ആൻസർ ഈസ് 50. അപ്പോൾ ഈ കേസിൽ ഇത് രണ്ടും സെയിം ആയതുകൊണ്ടാണ് 15 തന്നെ ആൻസർ കിട്ടിയത്. നേരെ മറിച്ചിട്ട് ഇവിടെ 15 വരെയുള്ളൂ എന്ന് വെച്ചാൽ അടുത്ത സെറ്റ് ഇവിടെ 14 വരെയൊക്കെ ഉള്ളെങ്കിൽ അടുത്തത് ചിലപ്പം വേറെ വേറെ ഒബ്സർവേഷനായിട്ട് മാറും. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഫോർമുല തന്നെ ഫോളോ ചെയ്യണം. ഇനി അതുമാതിരി Q3 നമുക്ക് നോക്കാം. വാട്ട് ഈസ് Q3? ദറ്റ് ഈസ് 3 × n + 1/4 ഒബ്സർവേഷൻ ആണ്, വിച്ച് ഈസ് 3 × 58 + 1/4 ഒബ്സർവേഷൻ. അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് Q3 വരുന്നത് 44.25 ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് അറിയുന്നു എങ്ങനെ ചെയ്യുക. 44th ഒബ്സർവേഷൻ പ്ലസ് 0.25 ഡെസിമൽ പാർട്ട്. 44.25 45ൻ്റെയും 44ൻ്റെ അടിയിൽ. അപ്പം 45th ഒബ്സർവേഷൻ മൈനസ് 44th ഒബ്സർവേഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 44th ഒബ്സർവേഷൻ കാണാൻ വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 44 ഓർ എബവ് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതാണ് 51 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഈസ് 25 പ്ലസ് 0.25 × 45th ഒബ്സർവേഷൻ കാണാനും അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 51 തന്നെയാണ്. ദെർഫോർ ഇറ്റ് ഈസ് അഗെയിൻ 25. 25 - 44th 25. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഈ കംപ്ലീറ്റ് ടേം 0 ആയിപ്പോയി. ഇപ്പം ആൻസർ ഈസ് 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q1 is equal to 25, Q1 is equal to 50 and Q3 is equal to 25. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to Q3 minus Q1 divided by 2, which is equal to 25 minus 15 divided by 2 ആണ്, which is equal to 5. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈ കേസിൽ 5 ആണ് വരുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അതേമാതിരി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഫോർമുല എല്ലാം സെയിം ആണ്. ഇവിടെ Q1ഉം Q3യും കാണാനുള്ള ഫോർമുലകളാണ് വ്യത്യാസമായിട്ടുള്ളത്. അതായത് മീഡിയൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ യൂസ് ചെയ്ത അതേ പാറ്റേണിലുള്ള ഫോർമുലയാണ് നമ്മൾ Q1നും Q3ക്കും വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം മീഡിയൻ കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് M ഇൻറ്റു C ഡിവൈഡഡ് ബൈ F. ഇതായിരുന്നു മീഡിയനുള്ള ഫോർമുല. അവിടെ മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്തത്. അതേപോലെ ഇവിടെ നമ്മൾ Q1നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് L1 പ്ലസ് n/4 മൈനസ് M1 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ F1. നേരത്തെ n/2th ഒബ്സർവേഷൻ അല്ലെങ്കിൽ n/2th ഒബ്സർവേഷൻ ഫോളോ ചെയ്യുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ Q1 കാണാൻ വേണ്ടിയിട്ട് n/4th ഒബ്സർവേഷൻ ഫോളോ ചെയ്യുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? Q1 ക്ലാസ് എന്ന് പറയാൻ പോകുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ഫോർമുല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N is equal to 40 ആണ് വരുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2 plus 8 10, 10 plus 15 25, 25 plus 13 38, 38 plus 10 is 48 ആണ് വരുന്നത് കേട്ടോ. ക്യാപിറ്റൽ N is equal to 48. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ n/4th ഒബ്സർവേഷൻ, ക്യാപിറ്റൽ n/4 എന്താണ് നോക്കി. ദറ്റ് ഈസ് 48/4, ദറ്റ് ഈസ് 12. അപ്പം 12th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നോക്കേണ്ടത്. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 12ഓ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ നോക്കി. അപ്പോൾ 25 ആണ്. അപ്പോൾ അത് വന്ന ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Q1 ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുലയിൽ Q1 ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L1. അപ്പോൾ അതെന്താണ് ഇവിടെ 30 ആണ്. പ്ലസ് n/4 is 12 minus M1. M1 is the cumulative frequency up to Q1 class, which is 10 into C1. C1 എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് ആണ്, ദറ്റ് ഇസ് 10.
divided by frequency is 50. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മളെ Q1. ദറ്റ് ഈസ് 30 പ്ലസ് ഈ കാൽക്കുലേഷൻ മുഴുവൻ ചെയ്ത ശേഷമേ 30യോട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 12 മൈനസ് 10 ഈസ് 2. 2 ഇൻറ്റു 10 20 ബൈ 15 ആണ് വരുന്നത്. ദറ്റ് ഈസ് 30 പ്ലസ് 4 ബൈ 3 എന്ന് വരും. ദറ്റ് ഈസ് 30 പ്ലസ് 1 പോയിന്റ് ബാക്കി 1 വരുമ്പം 33 എന്ന് വരും അല്ലേ. 31.33 ആണ് Q1 വരുന്നത്. അതേമാതിരി Q3 കാണുക എന്ന് പറഞ്ഞാൽ ദ ഫോർമുല വിൽ ബി L3 പ്ലസ് 3n/4 മൈനസ് M3 ഇൻറ്റു C3 ഹോൾ ഡിവൈഡഡ് ബൈ F3. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ Q3 ക്ലാസ് എന്ന് പറഞ്ഞാൽ 3n/4 ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 3n/4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 12 അല്ലേ, 36th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 36ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇപ്പോൾ 38 ആണ് വരുന്നത്. അത് വന്ന ക്ലാസ് ആണ് എൻ്റെ Q3 ക്ലാസ്. ഇപ്പോൾ Q3 ക്ലാസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ ലിമിറ്റാണ് L3 വിച്ച് ഈസ് 40 പ്ലസ് 3n/4 ദറ്റ് ഈസ് 36 മൈനസ് M3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 25 ഇൻറ്റു C3 ഈ ക്ലാസിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ വിച്ച് ഇസ് 10 ഡിവൈഡഡ് ബൈ F3 30. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് Q3 കിട്ടും. അപ്പോൾ Q1ഉം Q3യും കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്വാർട്ടൽ ഡീവിയേഷൻ? ക്വാർട്ടൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ക്വാർട്ടൽ ഡീവിയേഷനും ക്വാർട്ടൽസും അതിൻ്റെ ക്വാർട്ടൽ ഡീവിയേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഫൈൻഡ് ദ ക്വാർട്ടൽ ഡീവിയേഷൻ എല്ലാം കാണാനാണ് ഇന്റർ ക്വാർട്ടൽ റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൽ ഡീവിയേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവിടെ ക്ലാസ്സസ് 0 to 20, 20 to 40, 40 to 60, 60 to 80 and 80 to 100. ഫ്രീക്വൻസീസ് 4, 10, 15, 20 and 11. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ വരുന്നത്? 4, 4 plus 10 14, 14 plus 15 is 29, 29 plus 20 അല്ലേ 49, 49 plus 11 60 വരുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റൽ N is equal to 60. അപ്പോൾ നമുക്ക് Q1 കാണണമെങ്കിൽ Q1 is equal to ഫോർമുല എഴുതുക L1 plus ക്യാപിറ്റൽ N/4 മൈനസ് M1 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ F1. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ N/4 ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ N/4 ഇസ് 60 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് 15. അപ്പോൾ 15th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 15ഓ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് ഇവിടെ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ Q1 ക്ലാസ്. ദിസ് ഇസ് ദ ഒന്നിച്ച് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദിസ് ഇസ് ദ Q1 ക്ലാസ്. അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു അല്ലേ. അതിൻ്റെ ലോവർ ലിമിറ്റ് 40 പ്ലസ് N/4 is 15 മൈനസ് M1. M1 is equal to അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് 14. C1 എത്രയാണ്? ദിസ് ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 20 അല്ലേ. 40 to 60 ആണ് ക്ലാസ്. അപ്പോൾ ഇവിടെ 20 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഫ്രീക്വൻസി 15. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ Q1. അപ്പോൾ Q1 is equal to 40 പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1.33 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 41.33 അത് കിട്ടി. ഇനി ഇതുമാതിരി Q3 കാണണം. വാട്ട് ഈസ് Q3? Q3 ഈസ് L3 പ്ലസ് 3n/4 മൈനസ് M3 ഇൻറ്റു C3 ഡിവൈഡഡ് ബൈ F3 അല്ലേ. അപ്പം 3n/4 ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 3n/4 എന്ന് പറഞ്ഞാൽ 45 വരും. 45th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് അതായത് 45ന് തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്ന ക്ലാസ് നമ്മൾ മാർക്ക് ചെയ്തു. ദിസ് ഇസ് മൈ Q3 ക്ലാസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റാണ് L3യുടെ സ്ഥാനത്ത് എഴുതേണ്ടത്. അപ്പോൾ L3 ഈസ് 60 പ്ലസ് 3n/4 ഇസ് 45 മൈനസ് M3. M3 എന്ന് പറഞ്ഞാൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഈ ക്ലാസിൻ്റെ തൊട്ടു മുകളിലുള്ള ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 29 ഇൻറ്റു C3 വിച്ച് ഇസ് അഗെയിൻ 20. ഇവിടെ ഈ ക്ലാസിൻ്റെയും ക്ലാസ് ഇൻ്റർവെൽ 20 ആണ് ഡിവൈഡഡ് ബൈ 20 അല്ലേ വിച്ച് ഇസ് ഈക്വൽ ടു
60 പ്ലസ് ഇവിടെ 20 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. പിന്നെ എന്താ വരുന്നത് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 76. അപ്പോൾ 76 ആണ് നമുക്ക് Q3 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം, വിച്ച് ഈസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് 76 മൈനസ് 41.33 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണേ, അതിൻ്റെ ആൻസർ ഇവിടെ എഴുതണം, ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതേപോലെ നിങ്ങൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കണം. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് Q3 മൈനസ് Q1 ആൻഡ് വി ഹാവ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫോർമുലയിൽ അവരെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇത് വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇവിടെ ക്ലാസസും ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്ലാസസിന്റെ പ്രത്യേകത അവരെല്ലാം തന്നെ ഇൻക്ലൂസീവ് ക്ലാസസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ലോവർ ലിമിറ്റ് കിടക്കേണ്ട പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് കാണണം? ഇവിടെ ആക്ച്വൽ ക്ലാസ് കണ്ടുപിടിക്കണം. ആക്ച്വൽ ക്ലാസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്ങനെയാണ് ആക്ച്വൽ ക്ലാസ് കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ 9-ൽ അവസാനിക്കുന്നു, 10-ൽ തുടങ്ങുന്നു. 1-ന്റെ ഗ്യാപ്പ്, അതിന്റെ പകുതിയായിട്ടുള്ള 0.5 ലോവർ ലിമിറ്റുകളിൽ നിന്നെല്ലാം മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്നെല്ലാം ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്തെഴുതാൻ പോകുന്നത്? നമ്മൾ ആക്ച്വൽ ക്ലാസ്സസ്. അപ്പം എങ്ങനെയാ? മൈനസ് 0.5 ടു 9.5 അല്ലേ. അതായത് 0 ഇസ് എ ലോവർ ലിമിറ്റ്, അതിൽ നിന്ന് ഞാൻ 0.5 മൈനസ് ചെയ്തു, 0.5. 9 ഇസ് എൻ അപ്പർ ലിമിറ്റ്, അതിൽ നിന്ന് 0.5 ആഡ് ചെയ്തു, 9.5. എഗെയിൻ 10 വന്നിരിക്കുന്നു, വിച്ച് ഇസ് എ ലോവർ ലിമിറ്റ്, അതിൽ നിന്ന് ഞാൻ 0.5 മൈനസ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 9.5. 19 ഇസ് എൻ അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റിനോട് 0.5 ആഡ് ചെയ്യണം, അപ്പം 19.5. ഞാൻ എല്ലാ ആക്ച്വൽ ക്ലാസ്സസും എഴുതിയിട്ടുണ്ട്. ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കാം. വാട്ട് ഈസ് Q1? Q1 ഇസ് ഈക്വൽ ടു L1 പ്ലസ് N/4 മൈനസ് M1 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ F1 അല്ലേ. അപ്പോൾ ഇവിടെ N/4 ആദ്യം നോക്കാം. വാട്ട് ഈസ് ക്യാപിറ്റൽ N/4? ക്യാപിറ്റൽ N/4 ഈസ് ക്യാപിറ്റൽ N 200 ആണ്. 200/4 ആണ് 50. അപ്പോൾ 50th ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 50യുടെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി 82 അത് വന്നിരിക്കുന്ന ക്ലാസ്. ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇൻക്ലൂസീവ് ക്ലാസ്സസിനെ നോക്കുക വേണ്ട. ഇതാണ് നമ്മളെ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ദറ്റ് ഈസ് 39.5 പ്ലസ് N/4 50 മൈനസ് M എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് 47. ആൻഡ് C1 is the class width of the actual class. 39.5 to 49.5 എത്രയാണ് ക്ലാസ് വിഡ്ത്ത്? 10 ആണ്. ഡിവൈഡഡ് ബൈ F1. F1 is the frequency which is 35. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 14.357 ആണ്. 357 ആണ് നമുക്ക് Q1 കിട്ടുന്നത്. അതുമാതിരി Q3 നോക്കാം. Q3 is equal to L3 പ്ലസ് 3N/4 മൈനസ് M3 ഇൻറ്റു C3 ഡിവൈഡഡ് ബൈ F3 ആണ്. അപ്പോൾ ഇവിടെ 3N/4 എത്രയാന്ന് നോക്കാം. ഹിയർ 3N/4 is equal to 150. അപ്പോൾ 150യോ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളെ Q3 ക്ലാസ്. 160 അല്ലേ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ദിസ് ഇസ് ദ Q3 ക്ലാസ്. അപ്പം Q3 ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ദറ്റ് ഇസ് L3 59.5 പ്ലസ് 150 മൈനസ് M3 എത്രയാണ്? 130. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ളത്. C3 is again 10 and F3 is 30. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 59.5 പ്ലസ് 6.6 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 66.1 എന്നുള്ള ആൻസറാണ് Q3ക്ക് കിട്ടുന്നത്. അപ്പോൾ Q3യും കിട്ടിയിട്ടുണ്ട്, നമുക്ക് Q1ഉം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുകൂടെ? വാട്ട് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1
ഡിവൈഡഡ് ബൈ 2. അപ്പം ഇങ്ങനെയാണ് ഈ കേസിൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇവിടെ ഏത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഡാറ്റ നോക്കുമ്പോൾ ഡാറ്റ ഇസ് എൻ ഓപ്പൺ എൻഡ് ഡാറ്റ അല്ലേ, അപ് ടു 5 അതുമാതിരി എബൌട്ട് 25 എന്നൊക്കെ വരുന്ന ഡാറ്റയാണ്. അപ്പോൾ ഒരു ഓപ്പൺ എൻഡ് ഡാറ്റ വന്നാൽ അതിലുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് മെഷർ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ഡിസ്പേർഷൻ കാണാൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് ഇതിന് ഏറ്റവും പറ്റുന്ന. വേറെ ഒരു മെഷർ ഓഫ് ഡിസ്പേർഷനും ഒരു ഓപ്പൺ എൻഡ് ഡാറ്റയിൽ സാധിക്കില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ സാധാരണ പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുകയും എന്നിട്ട് ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യും വേണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 57, 313, 445, 470, 480 ആൻഡ് 492. അപ്പോൾ ക്യാപിറ്റൽ N is equal to 492 എന്ന് വന്നിട്ടുണ്ട്. Q1 is L1 plus N/4 minus M1 into C1 divided by F1 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ N/4 വേണം. What is N/4? N/4 is equal to നമുക്ക് N/4 കിട്ടുന്നത് 123 ആണ്. അപ്പോൾ 123യോ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോ നോക്കുമ്പോൾ ഈ ക്ലാസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളെ Q1 ക്ലാസ്. അപ്പോൾ L1 is 5 plus 123 മൈനസ് M1 അതിൻ്റെ തൊട്ടു മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു C1. ക്ലാസ് ഇൻ്റർവൽ ഇവിടെ എത്രയാണ്? 5 ആണ്. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 256. അതേപോലെ നമ്മൾ Q3യും കണ്ടുപിടിക്കുക. L3 പ്ലസ് 3N/4 മൈനസ് M3 ഇൻറ്റു C3 ഡിവൈഡഡ് ബൈ F3. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 3N/4 എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആൻസർ 369 ആണ് അല്ലേ. 369 ആണ്. ആ ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിന് വാല്യൂസ് എഴുതുന്നു, നമ്മൾ ആൻസർ കിട്ടുന്നു.